ഇന്ന് മൾട്ടി പർപ്പസ് സയൻസ് ബോർഡാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ലേണിംഗ് ടീച്ചേഴ്സ് കേരളയുടെ ഡിസൈൻ ചെയ്തിരുന്നത്. അതുപോലെ ഇന്ന് കേരളത്തിലെ ഏത് സ്കൂളുകാർക്കും വളരെ ഈസി ആയിട്ട് മേടിക്കാൻ പറ്റുന്നൊരു സയൻസ് ബോർഡാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. ഈ സയൻസ് ബോർഡ് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നും അതിൻ്റെ പരീക്ഷണങ്ങൾ ഏതൊക്കെയാണ് അതിലുള്ളതെന്നൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ കാണുന്നത്. ഈ ഉപകരണം എല്ലാവർക്കും പരിചയം ഉണ്ടാവും. ഇത് കോമ്പസ് നീഡിൽ എന്നറിയപ്പെടുന്ന ടൈനി മാഗ്നറ്റ് ആണ്. ഈ കോമ്പസ് നീഡിലിന് നോർത്ത് എൻഡും സൗത്ത് എൻഡും ആണ് ഉള്ളത്. നോർത്ത് എൻഡ് തിരിച്ചറിയാൻ വേണ്ടി ഇതിനൊരു റെഡ് കളർ കൊടുത്തിട്ടുണ്ട്. ആ റെഡ് കളറിനെ നോർത്ത് എന്നും അടുത്ത ടെയിൽ സൗത്ത് എന്നും പറയും. ഒരു കോമ്പസ് നീഡിൽ ഉപയോഗിക്കേണ്ട രീതി, ഈ കോമ്പസ് നീഡിൽ നമ്മൾ ഡിഫ്ലക്ഷൻ ഇല്ലാതെ ഒരു സ്ഥലത്ത് വെക്കുക. തൊട്ടടുത്തുള്ള മാഗ്നറ്റോ മറ്റും ഉണ്ടെങ്കിൽ അത് മാറ്റി വെക്കുക. ശേഷം ഇത്തിരി നേരം അത് ഫ്രീ ആയി കറങ്ങിയതിന് ശേഷം അത് റെസ്റ്റ് ആകും. റെസ്റ്റ് ആവുന്ന സമയത്ത് റെഡ് ടെർമിനൽ എങ്ങോട്ടാണോ പോയിന്റ് ചെയ്തിരിക്കുന്നത് അത് നോർത്ത് പോൾ ആയിരിക്കും. ആ നോർത്ത് പോളിലേക്ക് ഈ ഒരു കോമ്പസിന്റെ കവറ് കൂട് തിരിച്ച് കറക്റ്റ് നോർത്ത് ആക്കി തന്നെ ഇത് വെക്കുക. ഇപ്പൊ ഞാനിത് നോർത്ത്, ഈ റെഡിനെ തൊട്ട് താഴെ നോർത്ത് എന്ന രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. മറ്റേത് സൗത്ത് ആയിട്ട്. ഇങ്ങനെ നിൽക്കുന്ന ഒരു കോമ്പസ് നീഡിലിന്റെ അടുത്തേക്ക് ഞാനൊരു മാഗ്നറ്റ് കൊണ്ടുവരികയാണെങ്കിൽ ഈ മാഗ്നറ്റ് കൊണ്ടുവരുന്ന സമയം തന്നെ ഈ കോമ്പസ് നീഡിൽ ഡിഫ്ലക്ട് ചെയ്യണമെന്ന് കാണാൻ പറ്റും. അപ്പൊ അതിന്റെ കാരണം മാഗ്നറ്റിന്റെ പ്രസൻസ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കും. ആ മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്വാധീനം തിരിച്ചറിയാനാണ് കോമ്പസ് നീഡിൽ ഉപയോഗിക്കുന്നത്. ഒരു മാഗ്നറ്റിന്റെ അടുത്ത് കോമ്പസ് നീഡിൽ കൊണ്ടുവരുന്ന സമയത്ത് കോമ്പസ് നീഡിലെ നോർത്തും സൗത്തും ഡിഫ്ലക്ട് ചെയ്യുന്നു. അതിൻ്റെ റെഡ് ആയി നിൽക്കുന്ന ഭാഗം കാന്തത്തിനോട് ചേർന്നിരിക്കുന്നുണ്ടെങ്കിൽ ആ ഭാഗം സൗത്ത് ആണെന്നും, അതല്ല ടെയിലാണ് നിൽക്കുന്നതെങ്കിൽ അത് നോർത്ത് പോൾ ആണെന്നും തിരിച്ചറിയാൻ പറ്റും. ഇയേസ്റ്റഡിന്റെ ആദ്യത്തെ പരീക്ഷണത്തിൽ പറയുന്നത് ഒരു കണ്ടക്ടറിലൂടെ കറണ്ട് കണ്ടക്ട് ചെയ്യുന്ന ടൈമിൽ ആ കണ്ടക്ടറിന് ചുറ്റിലും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുമെന്നാണ്. കറണ്ട് ക്യാരിങ് കണ്ടക്ടർ ക്യാൻ പ്രൊഡ്യൂസ് മാഗ്നറ്റിക് ഫീൽഡ് അറൌണ്ട് ദ കണ്ടക്ടർ എന്നാണ് പറയുക. അപ്പൊ ഒരു കണ്ടക്ടർ വയ്ക്കുന്നു, അതിന് പാരലായിട്ട് കോമ്പസ് നീഡിലിന്റെ നീഡിൽ നിർത്തുന്നു, അല്ലെങ്കിൽ കോമ്പസ് നീഡിലിന്റെ നീഡിലിന് പാരലായിട്ട് ഈ വയർ പിടിക്കുന്നു. അതിനുശേഷം ഇതിലൂടെ കറണ്ട് കടത്തിവിടുന്നു. ആ സമയത്ത് ടോപ്പിലാണ് മാഗ്നറ്റ് കോമ്പസ് നീഡിൽ വെച്ചിരിക്കുന്നതെങ്കിൽ ആ കോമ്പസ് നീഡിൽ റൈറ്റ് ഭാഗത്തേക്ക്, അതായത് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ഡിഫ്ലക്ട് ചെയ്യും. അതല്ല ബോട്ടം പോർഷനിലാണ് വെച്ചിരിക്കുന്നത് വെച്ചാൽ അത് ലെഫ്റ്റിലേക്ക് ഡിഫ്ലക്ട് ചെയ്യും, ആന്റി ക്ലോക്ക് വൈസ് ഡിഫ്ലക്ട് ചെയ്യും. അങ്ങനെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് കണ്ടക്ടറിന് ചുറ്റിലും ഉണ്ടാവുന്നത് എങ്ങനെയെന്ന് തിരിച്ചറിയാൻ പറ്റും. എൻ്റെ കയ്യിൽ ഒരു PVC പൈപ്പ്, ആ PVC പൈപ്പിന്റെ മുകളിൽ തൊട്ടടുത്തായി ചുറ്റിയെടുത്തിരിക്കുന്ന ഇൻസുലേഷനുള്ള ചെമ്പ് കമ്പി ഉണ്ട്. ഒരു PVC പൈപ്പ്, അതിൻ്റെ മേലെ ചെമ്പ് കമ്പി, ഇൻസുലേഷൻ ഉള്ള ചെമ്പ് കമ്പി അടുത്തടുത്തായിട്ട് ചുറ്റിയെടുത്തിട്ടുണ്ട്. ഇങ്ങനെ ചുറ്റിയെടുത്ത് ഈ PVC പൈപ്പ് ഒഴിവാക്കി കഴിഞ്ഞാൽ ഈ അറേഞ്ച്മെന്റിന്റെ പേരാണ് സോളിനോയിഡ് എന്ന് പറയും. ഇത് സോളിനോയിഡ് ആണ്. അങ്ങനെ തയ്യാറാക്കിയ ഒരു സോളിനോയിഡ് ആണ് ഇത്. സോളിനോയിഡ്. ഈ സോളിനോയിഡിന്റെ എൻഡില് ഒരു LED ബൾബ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ സെക്കൻഡറി കോയിൽ എന്ന പേരിൽ ഇത് പറയും. പ്രൈമറി കോയില് നമ്മുടെ ഈ ബോർഡിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് പ്രൈമറി കോയിൽ. ഇത് പ്രൈമറി കോയിൽ. രണ്ട് എൻഡുകളുണ്ട്, പോസിറ്റീവും നെഗറ്റീവും. നെഗറ്റീവ് ബാറ്ററി പവറിൽ കൊടുത്തിട്ടുണ്ട്, പോസിറ്റീവ് നമുക്ക് ഇതിൽ ടച്ച് ചെയ്യുമ്പോഴാണ് ഉണ്ടാവുക. അപ്പോൾ ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്ന ഒരു പരീക്ഷണം, ഈ പ്രൈമറി കോയിൽ, ഇതാണ് പ്രൈമറി കോയിൽ, ഈ പ്രൈമറി കോയിലിലേക്ക് ഞാനൊരു അയൺ മെറ്റൽ ബാർ ഇൻസേർട്ട് ചെയ്യാണ്.
ഇപ്പോൾ ഒരു അയൺ മെറ്റൽ ബാർ അതിലേക്ക് ഇൻസേർട്ട് ചെയ്തു. അതുപോലെ തന്നെ സെക്കൻഡറി കോയിലായിട്ടുള്ള ഈ കോർ ഇതിലേക്ക് വെച്ചു. ഇനി ഞാൻ ഇതിലേക്ക് പവർ സപ്ലൈ കൊടുക്കുന്നു. നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഒരു സെക്കൻഡറി കോയിലിൽ കണക്ട് ചെയ്തിരിക്കുന്ന ബൾബ് കത്തുന്നതായിട്ട് കാണാൻ പറ്റും. ഇത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഞാൻ വെച്ചിരിക്കുന്നതിൽ ഇത് പ്രൈമറി കോയിലാണ്. ആ പ്രൈമറി കോയിലിലേക്ക് കറണ്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ മാഗ്നറ്റിക് ഫ്ലക്സ് ഉണ്ടാകുന്നുണ്ട്. ആ മാഗ്നറ്റിക് ഫ്ലക്സിന്റെ ഇന്റൻസിറ്റി കൂട്ടാനാണ് ഈ അയൺ മെറ്റൽ കോർ വെക്കുന്നത്. അയൺ മെറ്റൽ കോർ വെച്ചു. ഇനി ഞാൻ കറണ്ട് കൊടുക്കുമ്പോൾ മാഗ്നറ്റിക് ഫ്ലക്സ് കൂടും. ആ കൂടുന്ന വ്യത്യാസപ്പെടുത്താൻ വേണ്ടി ടച്ച് ചെയ്യുന്നു. കൂടുന്ന മാഗ്നറ്റിക് ഫീൽഡിലേക്ക് സെക്കൻഡറി കോയിൽ വെക്കുന്നു. സെക്കൻഡറി കോയിലിലെ ബൾബ് കത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഒന്നാമത്തെ കോയിലിലെ മാഗ്നറ്റിക് ഫ്ലക്സിന്റെ ചേഞ്ച് കൊണ്ട് രണ്ടാമത്തെ കോയിലിലേക്ക് ഒരു ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാകുന്നു എന്നതാണ് ഈ പരീക്ഷണത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഇനി മൂന്നാമത്തെ പരീക്ഷണത്തിലേക്ക് വരാം. മൂന്നാമത്തെ പരീക്ഷണത്തില് നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും ഒരു ബൾബ്. ഈ ബൾബിലേക്ക് നേരിട്ട് ഒരു പവർ സപ്ലൈ കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കാം. ബൾബ് നല്ല ബ്രൈറ്റ്നെസ്സിൽ കത്തനായിട്ട് കാണാൻ പറ്റും. ഓക്കെ. എന്നാൽ ഈ കണക്ഷൻ മാറ്റി വെച്ചു. അതിൻ്റെ ഒരു എൻഡ് സോളിനോഡിൽ കൊടുത്തു. ആ സോളിനോഡിൽ നിന്നാണ് പവർ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ സമയത്ത് ബൾബ് എത്തുമ്പോൾ ബൾബിന്റെ വെളിച്ചം കുറച്ച് കുറയുന്നുണ്ട്. അതിന് കാരണം സോളിനോഡിലൂടെ കറണ്ട് കടന്നു വന്ന് ബൾബിലേക്ക് എത്തുമ്പോൾ സോളിനോയിഡ് ഈ ഒഴുകുന്ന കറണ്ടിനെ സെൽഫ് ഇൻഡക്ഷൻ മൂലം കുറയ്ക്കാൻ നോക്കും. അതുകൊണ്ടാണ് ബൾബിന്റെ പ്രകാശം കുറയുന്നത്. കാരണം നേരിട്ട് ബൾബിലേക്ക് കറണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത്രയും ബ്രൈറ്റ്നെസ് ഉണ്ട്. എന്നാൽ നമ്മളത് ഈ പറയുന്ന സോളിനോഡ് വഴിയാണ് ബൾബിലേക്ക് കറണ്ട് കൊടുത്തിരിക്കണമെന്ന് വെച്ചാൽ ബൾബിന്റെ പ്രകാശം ഒന്ന് കുറയും. അതിന്റെ പുറമെ നമ്മൾ നേരത്തെ കണ്ട മെറ്റൽ കോർ ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാഗ്നറ്റിക് ഫ്ലക്സിന്റെ ഇന്റൻസിറ്റി കൂടും. തൊടുമ്പോൾ ബൾബിന്റെ വെളിച്ചം വളരെ കുറഞ്ഞതായിട്ട് കാണാൻ പറ്റും. ഇനി ഞാനത് ഒന്ന് പിടിച്ച് ഈ മെറ്റൽ കോറ് പതുക്കെ എടുക്കുന്ന സമയത്ത് വെളിച്ചത്തിലൊരു വ്യത്യാസം കാണാൻ പറ്റും. ബ്രൈറ്റ്നെസ് കൂടി വരും. ഇത് നമ്മൾ സെൽഫ് ഇൻഡക്ഷൻ എന്നാണ് പറയുക. ഒന്നാമത്തെ കോയിലൂടെ കറണ്ട് കണ്ടിട്ടുള്ള സമയത്ത് ആ കോയിൽ ഈ ഒഴുകുന്ന കറണ്ടിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി നോക്കും. ആ പ്രിവെൻഷൻ കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അയൺ മെറ്റൽ കോർ ഇൻസേർട്ട് ചെയ്തത്. അപ്പൊ ഫ്ലക്സ് ചേഞ്ച് കൂടും. അതുകൊണ്ട് തന്നെ ഒഴുകുന്ന കറണ്ടിനെതിരെ ഒരു കറണ്ട് ഈ സോളിനോഡിൽ ഉണ്ടാവും. ഇതാണ് സെൽഫ് ഇൻഡക്ഷൻ. നാലാമത്തെ പരീക്ഷണം, ഇത് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ആണ്. ഇതിൽ ഒരു കറണ്ട് സപ്ലൈ ചെയ്യുന്ന പോസിറ്റീവ് നെഗറ്റീവ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ എൻഡിൽ ഒരു കോപ്പർ വയർ വെച്ചിട്ടുണ്ട്. ഒരു സ്ട്രോങ് മാഗ്നറ്റ് ആണിത്. ഈ ഒരു ബോർഡിന് താഴെ വെച്ചു. അതിനുശേഷം ഇതിലേക്ക് DC ബാറ്ററി കടത്തിവിടും. ആ സമയത്ത് ഈ തൂക്കിയിട്ടിരിക്കുന്ന ഊഞ്ഞാലുകൾ നിൽക്കുന്ന ഈ മെറ്റൽ കോറ് ഒരു സൈഡിലേക്ക് ഓസിലേറ്റ് ചെയ്യും. പിന്നെ നമ്മൾ ഈ കൊടുത്തിരിക്കുന്ന പവർ തിരിച്ചു കൊടുക്കുമ്പോൾ ഓപ്പോസിറ്റ് ആയിട്ടും അത് മൂവ് ചെയ്യും. ഇത് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇന്നത്തെ അവസാനത്തെ പരീക്ഷണത്തിലേക്ക് വരികയാണ്. ഒരു മാഗ്നറ്റ്, ആ മാഗ്നറ്റിന് ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായിരിക്കും. ആ മാഗ്നറ്റിക് ഫീൽഡ് ഇവിടെ വെച്ചു. പിന്നെ ഈ മാഗ്നറ്റിന്റെ ഫീൽഡിൽ ഇരിക്കുന്ന സ്ഥലത്ത് ഒരു ആർമേച്ചർ ഉണ്ടാക്കി. മെറ്റൽ കോർ ഇല്ലാതെ ഒരു ആർമേച്ചർ ഉണ്ടാക്കി. ആ ആർമേച്ചർ വെച്ചിട്ടുണ്ട്. ശേഷം അതിലേക്ക് പവർ സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടൊരു കറണ്ട് സപ്ലൈ കൊടുത്തിട്ടുണ്ട്. നോക്കാം എന്താ സംഭവിക്കുന്നത്. ഒരു മാഗ്നറ്റിക് ഫ്ലക്സ് ഇരിക്കുന്ന കണ്ടക്ടറിലേക്ക് കറണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ കണ്ടക്ടർ മാഗ്നറ്റിക് ഫ്ലക്സിൽ കിടന്ന് കറങ്ങും എന്നുള്ളതാണ് നമ്മൾ കണ്ടത്. ഇതിനെ ഇലക്ട്രിക് മോട്ടോറിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയും. ഇത് വെച്ചിട്ടാണ് ഫാനും ഗ്രൈൻഡറും എല്ലാം വർക്ക് ചെയ്യുന്നത്. താങ്ക് യു.